നിലവിൽ ഈ ഒരു പ്രതിസന്ധി എന്ന് തന്നെ പറയാൻ പറ്റില്ല. തീർച്ചയായും പ്രതിസന്ധി തന്നെയാണ്. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ തെരച്ചിൽ നിർത്തുമ്പോൾ പറഞ്ഞത് ഈ വെള്ളത്തിൻ്റെ വേഗത ഒരു 3 knotsലേക്ക് എത്തിയാൽ നമുക്ക് എന്തായാലും നമ്മുടെ ലോറിയും അർജുനും കണ്ടെത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. ഇന്നലെ ചെറിയ ഒറ്റ മണിക്കൂർ കൊണ്ട് ഈശ്വർ മൽപ്പയുടെ ടീം ഇറങ്ങിയ പാട് നമുക്ക് ചെറിയ അതിൻ്റെ വീൽ ജാക്കി കാര്യങ്ങൾ കിട്ടിയപ്പോൾ പ്രതീക്ഷ വർദ്ധിച്ചു. ഇന്നിപ്പോൾ നല്ല ടീം, നേവി ഉണ്ട്, SDRF ഉണ്ട്, NDRF ഉണ്ട്, ഈശ്വർ മൽപ്പയുടെ ടീം എല്ലാവരും പലവട്ടം മുങ്ങൽ നടത്തിയിട്ട് പോലും അവരിപ്പോൾ നിങ്ങളുമായി പങ്കുവെച്ച ഒരു കാര്യം ഞാനും കൂടെ ഉണ്ടായിരുന്നു. എന്ത് മുങ്ങിയാലും ഗംഗാവലി പുഴയുടെ അകത്തുനിന്ന് കിട്ടുന്നത് വലിയ വലിയ മരങ്ങളും പാറ കഷ്ണങ്ങളുമാണ്. അത് നീക്കാതെ അടിത്തട്ടിലേക്ക് പോകാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ ഡ്രഡ്ജിങ് മിഷൻ കൊണ്ടുവന്ന് അത് മാറ്റാതെ ഒരു കാരണവശാലും ഡൈവ് ചെയ്ത് നമ്മുടെ ഭാരത് ബെൻസിൻ്റെ അടുത്തേക്ക് കഴിയുമെന്നും അതുമായി ബന്ധപ്പെട്ട് കാർവാർ MLA ഉന്നയിച്ചിട്ടുള്ള ഒരു വിമർശനം എന്നുള്ളത് കേരളത്തിനെതിരെയുള്ള, അതായത് ഈ തൃശ്ശൂരിൽ നിന്ന് ഇത് എത്തിക്കാനുള്ള ശ്രമം നടത്തി, പക്ഷേ വേണ്ട രീതിയിൽ ഒരു സഹകരണം കേരളത്തിൻ്റെ ഭാഗത്തുണ്ടായില്ല എന്നതാണ്. അത് 2 നോട്ട്സിലേക്ക് ഈ പുഴയുടെ അടിയൊഴുക്ക് മാറിയ ഘട്ടത്തിലും ഇവർ ആവശ്യപ്പെട്ടു, പക്ഷേ അതിലൊരു മറുപടിയോ പ്രതികരണം ഉണ്ടായില്ല എന്നൊരു വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ് MLA മനസ്സിലാക്കുന്നത്? ഞാൻ MLAയോട് അത് കൃത്യമായി ഞാൻ അദ്ദേഹത്തോട് വ്യക്തിപരമായിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ മിഷൻ തൃശ്ശൂരിൽ നിന്ന് കൊണ്ടുവരണമെങ്കിൽ ഇവിടുത്തെ ജില്ലാ ഭരണകൂടം റിക്വസ്റ്റ് കൊടുക്കണം, ചിലവഴിക്കം വഹിക്കുമെന്ന്. അത് കൊടുക്കാത്തൊരു പ്രശ്നമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇന്നലെ അത് ക്ലിയർ ചെയ്തു. ഇന്ന് റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇന്ന് റിയാസ് മിനിസ്റ്ററോട് രാവിലെ സംസാരിച്ചിട്ടുണ്ട്. നമ്മളെ മിഷനും കൂടി എത്തിക്കാനുള്ള ശ്രമം നടത്തും. അതൊരു കമ്മ്യൂണിക്കേഷൻ ക്യാപ്പിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ആരോപണം എന്നല്ലാതെ അങ്ങനെ ഒരു വീഴ്ച നമ്മുടെ ഭാഗത്ത് സംഭവിച്ചിട്ടില്ല. അങ്ങനെ സംഭവിച്ചിട്ടില്ല. ഇപ്പോൾ നിലവിൽ ഈ ഗോവയിൽ നിന്ന് ഈ ഡ്രഡ്ജിങ് യന്ത്രം എത്തിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. പക്ഷെ അതിനും സാങ്കേതികമായ നിരവധി തടസ്സങ്ങളുണ്ട്. അത് നമുക്കറിയാം, ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടേ ഉള്ളൂ. അതിൻ്റെ മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. അങ്ങനെ ആകുമ്പോൾ ഈ ദൗത്യം കൂടുതൽ വൈകുന്നൊരു സാഹചര്യം ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടാവില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം നേരത്തെ ഈ ഡ്രഡ്ജിങ് മിഷൻ്റെ കാര്യത്തിൽ കൊങ്കൺ റെയിൽവേ മേൽപ്പാലത്തിൻ്റെയും ഗംഗാവലി പാലത്തിൻ്റെയും ഒക്കെ തടസ്സങ്ങൾ ഓൺ റോഡല്ല കൊണ്ടുവരുന്നുണ്ടെങ്കിൽ കടൽ മാർഗം കൊണ്ടുവരാനും ക്യാപ്റ്റനുമായി അവിടുത്തെ ഫോർട്ട് മിനിസ്റ്ററുമായി സംസാരിച്ചു. ഇവിടുത്തെ ഗവൺമെൻറ് തലത്തിലൊരു ഇടപെടൽ നടത്തി. നാളെ 15 16 എന്തായാലും ഡ്രഡ്ജിങ് മിഷൻ എത്തിക്കാനുള്ള ശ്രമം നടത്തുമെന്നാണ് MLAയും തൊട്ടടുത്ത് DC ഉണ്ട് അവരൊക്കെ പറഞ്ഞത്. അപ്പോൾ ഈ നാളെ എന്തായാലും തെരച്ചിലുണ്ടാവില്ല എന്നാണ്. നാളെ അവർ പെരേഡും കാര്യങ്ങളായതുകൊണ്ട് തെരച്ചിലുണ്ടാവില്ല. മറ്റന്നാൾ ഡ്രഡ്ജിങ് മിഷന്റെ സഹകരണത്തോടു കൂടി തുടങ്ങുമെന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഡ്രഡ്ജിങ് മിഷൻ മറ്റന്നാളേക്ക് എത്താനുള്ള അങ്ങനെയാണ് ജില്ലാ കളക്ടർ പറയുന്നത്. അതെ, അവർ അതിനു വേണ്ടിയുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി അതിന്റെ റിക്വസ്റ്റ് ലെറ്ററും കാര്യങ്ങളും അയച്ചു കഴിഞ്ഞ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം തെരച്ചിൽ നടക്കും. വൈകുന്നേരം വരെ തെരച്ചിൽ നടത്തും. ഇപ്പൊ 5:30 മണി വരെ ആയിരിക്കും. 5:30 മണി വരെ തെരച്ചിൽ നടത്തും. നേവി ഉണ്ടാകും. നേവി എല്ലാവരും ഉണ്ടാവും. വിജയകുമാർ അത്തരത്തിലാണ് നിലവിൽ ഇപ്പോൾ പ്രതികരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോയാൽ ജില്ലാ കളക്ടർ ഉൾപ്പെടെ നിലവിൽ ഇവിടെയുണ്ട്. ഈശ്വർ മാൽപ്പയുമായി കളക്ടർ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലുള്ള അതായത് വളരെ ചുരുക്കി നമുക്ക് ഒരു കാര്യം പറയാം. അതായത് ഇനിയിപ്പോൾ ഈ ഡ്രഡ്ജർ കൊണ്ടുവരാതെ അവിടെ എന്തെങ്കിലും ഒരു നീക്കം അസാധ്യമാണ്. അതാണ് നമ്മൾ ചുരുക്കത്തിൽ വിലയിരുത്തേണ്ടതല്ലേ. ഇപ്പോൾ ഈ ഏറ്റവും ഒടുവിൽ പറയുന്നത് ഈശ്വർ മാൽപ്പ തിരികെ കരയിൽ കയറി അദ്ദേഹം ഒരു പക്ഷേ ഉച്ചഭക്ഷണത്തിന് ശേഷം വീണ്ടും ഇറങ്ങിയേക്കുമെന്ന് പറയുന്നു. നാളെ ഓഫീസുകൾ അവധിയാണ്. ഡ്രഡ്ജർ എത്തിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ നാളെ പൂർത്തിയാക്കുക അസാധ്യമായിരിക്കും. ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഡ്രഡ്ജറിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കും എന്ന് പറയുന്നു. അപ്പോൾ അതിൽ എത്രത്തോളം മുന്നോട്ട് പോകാൻ കഴിയും? ഇപ്പോൾ ഗോവയിൽ നിന്ന് ഡ്രഡ്ജർ കൊണ്ടുവരാൻ തീരുമാനിച്ചാൽ അത് എങ്ങനെ ഇവിടെ എത്തിക്കുമെന്നുള്ള പ്രശ്നമുണ്ട്. ഇപ്പോൾ ഈ തൃശ്ശൂരിലെ ഡ്രഡ്ജർ അവിടെ പരിശോധനയ്ക്ക് പറ്റുന്നതല്ല എന്നുള്ളതാണ് കാർഷിക സർവകലാശാലയുടെ വിലയിരുത്തൽ. ഇനിയിപ്പോഴത് ഈ കാർവാർ MLAയും ജില്ലാ കളക്ടറും ഒന്നുകൂടി പരിശോധിച്ചത് ഉറപ്പുവരുത്തട്ടെ എന്ന് നമ്മൾക്ക് പറയാം. അത് തന്നെയുമല്ല, ഇപ്പോൾ ഈശ്വർ മാൽപ്പെ വെള്ളത്തിലിറങ്ങിയതിന് ശേഷം കരയിൽ വന്ന് പറഞ്ഞത് വലിയ കടുത്ത മൺകൂമ്പാരമാണ്. പാറകളുമൊക്കെ ചേർന്ന് ഏതാണ്ട് ഒരു പ്രത്യേകതരം മിക്സറായി അത് ഒരു കോൺക്രീറ്റ് മാതിരി പുഴയുടെ അടിയിൽ കിടക്കുകയാണ്. അപ്പോൾ അതൊന്നും പൊട്ടിച്ചു മാറ്റാൻ, അത് ഇളക്കി മാറ്റാൻ പറ്റുന്ന തരത്തിലുള്ള ഡ്രഡ്ജറാണ് ഈ തൃശ്ശൂരിലുള്ളതെന്ന് നമുക്കറിയില്ല. അത് കാഴ്ചയിൽ അങ്ങനെ തോന്നുന്നില്ല. അതൊരു എക്സ്പേർട്ട് ഒപ്പീനിയൻ പറയേണ്ട സംഗതിയാണ്. അവരത് പറയട്ടെ. അപ്പോൾ ഈ വലിയ പാറകൾ, മരക്കഷ്ണങ്ങൾ, വലിയ മൺകൂമ്പാരം ഇതൊക്കെ പുഴയുടെ അടിയിലുണ്ട്. അതിനടിയിൽ എവിടെയെങ്കിലുമാണ് നമ്മുടെ അർജുൻ്റെ ലോറിയെങ്കിൽ അത് മുഴുവൻ നീക്കാതെ പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിയില്ല എന്നുള്ളൊരു വസ്തുതയാണ്. അപ്പോൾ അരുണ, ചുരുക്കത്തിൽ അതാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഡ്രഡ്ജർ വരിക എന്നുള്ളതല്ലാതെ മറ്റൊന്നും അവിടെ സാധ്യമല്ല, മനുഷ്യ സാധ്യമല്ല, അല്ലേ?
വിജയകുമാർ, അത് ഈശ്വർ മാൽപ്പെ മാത്രമല്ല, നേവിയുടെ ഒരു ഉദ്യോഗസ്ഥൻ ഇവിടെ ഈ നിലവിൽ നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് ഇതിന്റെ ഒരു കൺട്രോൾ പോയിന്റിലാണ്. ഇവിടത്തേക്കാണ് അവർ വിവരങ്ങൾ കൈമാറിയിരുന്നത്. ഇവിടെ നേരത്തെ നേവിയുടെ ഒരു ഉദ്യോഗസ്ഥൻ ഉണ്ടായിരുന്നു. ആ ഉദ്യോഗസ്ഥൻ നിലവിൽ ഇപ്പോൾ ഒരു ഉച്ചഭക്ഷണത്തിന്റെ ബ്രേക്കിലാണ് തോന്നുന്നു. ആ ഉദ്യോഗസ്ഥൻ നമ്മോട് നേരത്തെ, അതായത് അദ്ദേഹം ക്യാമറയ്ക്ക് മുന്നിൽ സംസാരിക്കില്ല, അല്ലാതെ തന്നെ സംസാരിച്ചത് നേവിയുടെ മുങ്ങൽ വിദഗ്ധർ അവരുടെ പരിശോധനയ്ക്ക് ശേഷവും അവസാനം ഈ 3 സ്പോട്ടുകളിൽ അവർ ഇന്ന് പരിശോധന നടത്തിയെന്നാണ് പറഞ്ഞത്. അതായത് നേരത്തെ റഡാർ പരിശോധനകളിൽ കണ്ടെത്തിയിട്ടുള്ള 2 സ്പോട്ടിലും അതോടെ സോണാർ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുള്ള സ്പോട്ട് സിയിലും അത് അങ്ങനെ 3 സ്പോട്ടുകളിൽ ഇന്ന് പരിശോധന നടത്തി. ആ പരിശോധനയിൽ ശേഷം ഈ ഉദ്യോഗസ്ഥനുമായി കൈമാറിയിട്ടുള്ള വിവരം എന്ന് പറയുന്നത്, നിലവിൽ ഈ പുഴയുടെ അടിത്തട്ടിൽ വിസിബിലിറ്റി ചെറിയ പ്രശ്നമുണ്ട്. പക്ഷേ അത് കാര്യമായ പ്രശ്നമല്ല, തെരച്ചിലിനെ ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല. പക്ഷേ ഈ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, അവർ ഈ നിലയുറപ്പിക്കുന്ന സ്ഥലം കുറച്ചുകൂടി അടിത്തട്ടിലോട്ട് പോയാൽ ഈ വലിയ മണ്ണും കല്ലുകളും ഈ മരത്തിൻ്റെയൊക്കെ വലിയ അവശിഷ്ടങ്ങളൊക്കെ ഒരു പ്രശ്നമാണ് എന്നതാണ്. അത് നിലവിൽ നേരത്തെ തന്നെ ഡ്രോൺ പരിശോധനയൊക്കെ കണ്ടെത്തിയിട്ടുള്ള സ്ഥലത്ത് അത്തരം പോയിന്റുകളിൽ അത് പ്രകടമായി തന്നെ ഉണ്ട് എന്ന് നേവിയുടെ സംഘവും ഇവിടത്തേക്ക് വിവരം കൈമാറിയിട്ടുണ്ട് ഈ കൺട്രോൾ പോയിന്റിലേക്ക്. അതിനുശേഷമാണ് ഈശ്വർ മാൽപ്പയും കാർവാർ MLAയുമായി അത്തരത്തിലൊരു കാര്യങ്ങൾ പങ്കുവെക്കുകയും അത് കാർവാർ MLA വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ ഡ്രഡ്ജിംഗ് യന്ത്രം എത്തിക്കാതെ ഈ തെരച്ചിൽ എങ്ങനെ മുന്നോട്ട് പോകും എന്ന ഒരു പ്രശ്നമുണ്ട്. അത് നിലവിൽ ഇപ്പോൾ പറയുന്ന അനുസരിച്ച് അത് ഇന്ന് വൈകിട്ടോടെ അതിലൊരു അന്തിമ തീരുമാനം ഉണ്ടാവും എന്ന് തന്നെയാണ് നിലവിൽ പറയുന്നത്. പക്ഷേ അതിൽ സാങ്കേതികമായിട്ടുള്ള ചില നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാതെ അത് അങ്ങനെ എത്തും എന്ന് നമുക്ക് കരുതാൻ കഴിയില്ല. നാളെ ഇപ്പോൾ ഈ ഓഫീസുകളെല്ലാം അവധിയായതിനാൽ നാളത്തെ ഒരു ദിനം പൂർണ്ണമായും തന്നെ തെരച്ചിലുകളോ ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങളോ ഉണ്ടാവും എന്ന് നമുക്ക് കരുതാൻ വയ്യ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മറ്റന്നാളായിരിക്കും ഇതിൻ്റെ മറ്റു നടപടികൾ ഉണ്ടാവുക. കടൽ മാർഗം ഇങ്ങോട്ട് എത്തിക്കുമെന്നതാണ് അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ കടൽ മാർഗം ഇങ്ങോട്ട് എത്തിക്കുമ്പോൾ അതിനുള്ള മറ്റ് തടസ്സങ്ങൾ ഒക്കെ ഉണ്ടോ എന്ന കാര്യത്തിലൊക്കെ ഒരു പരിശോധന നടത്താതെ അത്തരം ഒരു യാത്ര സാധ്യമാവുമോ എന്നും അതിലും സാങ്കേതികമായിട്ടുള്ള നടപടിക്രമങ്ങളൊക്കെ പൂർത്തീകരിക്കേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് എത്രത്തോളം താമസമെടുക്കും എന്ന കാര്യത്തിൽ ഇപ്പോൾ എന്തായാലും വ്യക്തമായി പറയാൻ കഴിയില്ല. നിലവിൽ ഇപ്പോൾ പറയുന്ന അനുസരിച്ച് അവർ മറ്റന്നാൾ അത് എത്തിക്കാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷ പങ്കുവെക്കുന്നുണ്ട്. ജില്ലാ ഭരണകൂടം തന്നെ ഔദ്യോഗികമായി അത്തരം ചില നീക്കങ്ങൾ നടത്തുന്നുണ്ട് എന്നതാണ് കാർവാർ MLA ഇപ്പോൾ മഞ്ചേശ്വരം MLAയും നമ്മോട് പങ്കുവച്ചിട്ടുള്ളത്. വിജയകുമാർ, പറഞ്ഞാൽ ആകത്തുക എന്ന് പറയുന്നത് നിലവിൽ ഇപ്പോൾ ദൗത്യം ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ തന്നെയാണ്. ഈ ഡ്രഡ്ജർ എത്തിച്ചാൽ മാത്രമേ, ഈ മണ്ണും കല്ലും ഒക്കെ നീക്കം ചെയ്താൽ മാത്രമേ ഇതിൽ തെരച്ചിൽ സാധ്യമാവൂ എന്ന തരത്തിൽ തന്നെയാണ് പ്രതികരണങ്ങൾ ഇവിടുന്ന് പുറത്തു വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ദൗത്യം പുനരാരംഭിച്ചു എന്നതിനപ്പുറത്തേക്ക് ഒരു റിസൾട്ടോ ഒരു പുരോഗതിയോ കാര്യമായി ഉണ്ടായില്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. പക്ഷേ അവർ തെരച്ചിൽ അവസാനിപ്പിക്കുന്നു അവർ പറയുന്നില്ല. അവർ തെരച്ചിൽ തുടരും എന്ന് തന്നെയാണ് നിലവിൽ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർ ഉച്ചയ്ക്ക് ശേഷവും അവർ തെരച്ചിൽ നടത്തും, വൈകിട്ട് വരെ തെരച്ചിൽ നടത്തും. നാളെ എന്തായാലും ഈ തെരച്ചിൽ നടപടികൾ ഉണ്ടാവില്ല. സേനാ വിഭാഗങ്ങൾക്കുൾപ്പെടെ അവരുടെ ഈ പരേഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നാളെ എന്തായാലും തെരച്ചിൽ ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മറ്റന്നാളായിരിക്കും ഇതിൽ ഈ ഡ്രഡ്ജർ ഉൾപ്പെടെ എത്തിക്കാൻ സാധിക്കുമോ എന്ന കാര്യത്തിലൊക്കെ ഒരു അന്തിമ തീരുമാനമൊക്കെ ഉണ്ടാവുക എന്നതാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. നിലവിലിപ്പോൾ നേവിയുടെ സംഘവും ഈശ്വർ മാൽപ്പയുടെ സംഘവും നിലവിലിപ്പോൾ തെരച്ചിൽ ഇപ്പോൾ താൽക്കാലികമായി നിർത്തിവച്ചിട്ടുണ്ട്. അവർ ഉച്ചയ്ക്ക് ശേഷം വീണ്ടും പുനരാരംഭിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. പക്ഷേ ആ പുനരാരംഭിക്കുമ്പോഴും ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് നിലവിൽ ദൗത്യം മുന്നോട്ട് പോകുന്നതെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. വിജയകുമാർ, തെരച്ചിൽ അനിശ്ചിതത്വത്തിൽ നിൽക്കുകയാണ്. ഇന്നലെ വീൽജാക്കി കണ്ടെത്തിയതിൽ ഒരു പ്രതീക്ഷ വെച്ച് ഇന്ന് തെരച്ചിൽ നടത്തിയെങ്കിലും 5 മണിക്കൂറോളം നീണ്ട തെരച്ചിലിൽ ഇതുവരെ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഈശ്വർ മാൽപ്പയുടെ സംഘം പലതവണ ഡൈവ് ചെയ്യുന്നത് കഴിഞ്ഞ മണിക്കൂറുകളിൽ നമ്മൾ കണ്ടു. നേവിയുടെ സംഘം അവരുടെ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തെരച്ചിൽ നടത്തുന്നത് കണ്ടു. പക്ഷേ നിർണായകമായ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ആകെ തുക. ഇനിയിപ്പോൾ ഗോവയിൽ നിന്ന് ഡ്രഡ്ജർ എത്തിക്കാനുള്ള നീക്കമുണ്ടാകുന്നു. പുഴയുടെ അടിത്തട്ട് ഉറച്ച നിലയിലാണുള്ളത് എന്ന് ഈ ഡൈവിങ്ങിന് ശേഷം തിരിച്ചെത്തിയ ശേഷം ഈശ്വർ മാൽപ്പെ പറയുന്നുണ്ടായിരുന്നു. വലിയ പാറക്കല്ലുകൾ, വലിയ കല്ലുകൾ അതൊക്കെ അതിനുള്ളിലുണ്ട്. പുഴയുടെ അടിത്തട്ട് അത് ഉറച്ച നിലയിലാണ്. അവിടെ മണ്ണ് മാറ്റിയുള്ള പരിശോധന നടക്കണം. അതിന് കൂടുതൽ സംവിധാനങ്ങൾ വേണം. ഡ്രഡ്ജർ അടക്കം നടക്കുന്നുണ്ട് എന്ന് പറയുന്നു. ഇതിനിപ്പോൾ കുറച്ചുകൂടി അടുത്ത് നിന്ന് ദൗത്യമൊക്കെ വീക്ഷിച്ച ആളാണ്. എന്താണ് മനസ്സിലാക്കുന്നത്? ഈശ്വർ മാൽപ്പെ പറഞ്ഞ പ്രകാരമാണെങ്കിൽ ഡ്രഡ്ജിങ് കൊണ്ടുവരേണ്ട ഒരു ആവശ്യകത ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്.
MLA യും അത് ആവശ്യപ്പെട്ട് ഇരിക്കുന്നു. ഇപ്പോൾ ജില്ലാ ഭരണകൂടത്തിന് അത് എത്തിക്കാനുള്ള മാർഗം സ്വീകരിക്കണം എന്നുള്ളത്. കലക്ടർ അതിനുള്ളൊരു നടപടി തുടങ്ങുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. നോക്കാം എന്താണ് സംഭവിക്കുക. ഇനിയും തെരച്ചിൽ പുനരാരംഭിക്കുന്നുണ്ടല്ലോ. നേവി എന്താണെന്ന് പറയുന്നതും കൂടി അതും കൂടി ഒരു നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒരു കൺക്ലൂഷൻ എത്തുമെന്നാണ് ഞാൻ കരുതുന്നത്. നിലവിലിപ്പോൾ ഒരു 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 പ്രതിസന്ധിയിലൂടെയാണോ കടന്നു പോകുന്നത്? തീർച്ചയായിട്ടും നമ്മൾ ഇത്രയും കുറേ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു ഇന്ന് എന്തെങ്കിലുമൊക്കെ കണ്ടെത്താൻ പറ്റുമെന്നുള്ള, പക്ഷേ അങ്ങനത്തെ ഒരു സാഹചര്യമല്ല നിലവിലുള്ളത്. എന്തായാലും ഇപ്പം ലഞ്ച് കഴിഞ്ഞിട്ട് 2 മണിക്കൂറുകൂടി തെരച്ചിലുണ്ടാവുമല്ലോ. അപ്പോൾ അതിൽ നമുക്ക് നോക്കാം എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടോ എന്ന്. ഇപ്പോൾ ആ ലോറിയുടെ ഒരു പാട്ടൊക്കെ കിട്ടിയപ്പോൾ ഇന്നത്തെ തെരച്ചിൽ വളരെ പ്രതീക്ഷയുണ്ടായിരുന്നു. അതെ പ്രതീക്ഷ ഉണ്ടായിരുന്നു, പക്ഷേ ചെറുതായ മങ്ങലേൽക്കുന്നുണ്ട് ആ പ്രതീക്ഷയിൽ. നിലവിലിപ്പോൾ ഈ നേവിയുടെ എന്തെങ്കിലും ഒരു അവരെന്താണ് ഔദ്യോഗികമായി പറയുന്നത്, അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ? ഇല്ല, അങ്ങനത്തെ ഒരു അറിയിപ്പും കിട്ടിയിട്ടില്ല. അത് കിട്ടിയതിന് ശേഷം ഒരു കൺക്ലൂഷനിലേക്ക് പോകുന്നതായിരിക്കും നല്ലതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നാളെ ഇപ്പോൾ തെരച്ചിൽ ഉണ്ടാവില്ല എന്നാണ് ഇവർ പറയുന്നത്. അതെ, നാളെ ഓഗസ്റ്റ് 15 ആയതുകൊണ്ട് തെരച്ചിലുണ്ടാകില്ല. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടെ ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തെരച്ചിൽ സാധ്യമല്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ തെരച്ചിൽ ഉണ്ടാകില്ല, ഇനിയിപ്പോൾ ഡ്രഡ്ജർ ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നൊരു നിഗമനത്തിലേക്ക് എത്തുന്നു. ഈ ഡ്രഡ്ജർ ഗോവയിൽ നിന്ന് കൊണ്ടുവരാനുള്ള ശ്രമം നടക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ അതിന് ആരൊക്കെ തയ്യാറാകുന്നുണ്ട്, എങ്ങനെ അത് എവിടെ എത്തിക്കും, അത്തരം ചോദ്യങ്ങളുണ്ട്.